ഇന്നൊരു വീക്കെൻഡ് പ്രിപ്പറേഷൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീക്കെൻഡ് ആകുമ്പോൾ കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്ത് വെച്ചാൽ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കുക്കിങ്ങൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചാൽ നമുക്ക് വീക്കെൻഡിലൊക്കെ നമ്മളെ ഫാമിലീൻ്റെ കൂടെ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തീരെ സമയം ഉണ്ടാവില്ല. കുട്ടികളുടെ കൂടെയും ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി സമയം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് അതേപോലെ കുറച്ച് ഡ്രസ്സുകളൊക്കെ മോളുടേതൊക്കെ ഒന്ന് അവളുടെ സ്പേസിൽ കൊണ്ടുവച്ചു. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അതുപോലെ അവളുടെ റൂം അവൾ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് കറക്റ്റ് സ്പേസിലെടുത്ത് വെക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയാണ് രാവിലെ. എനിക്കെല്ലാ സാധനങ്ങളും കറക്റ്റ് പ്ലേസിൽ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ എപ്പോഴും അവളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അവൾ വരയ്ക്കുന്ന ആളാണെങ്കിലും എല്ലാം കറക്റ്റ് പ്ലേസിൽ വെക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതേപോലെ ആകുമ്പം എപ്പോഴും നീറ്റായിട്ടിരിക്കും കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവർക്കും ആ ഒരു ശീലം ഉണ്ടാവും കേട്ടോ, നമ്മളെപ്പോഴും പറഞ്ഞു കൊടുത്താൽ. പിന്നെ ചില കാര്യങ്ങളൊക്കെ അവർ വരയ്ക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ ഓർഡർ മാറുമല്ലോ. അപ്പം നമ്മളൊന്ന് കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ അതേ ആ ഒരു റൊട്ടീനിൽ വരും. ഇനി ബാൽക്കണിയിൽ കുറച്ച് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എല്ലാ ദിവസവും നനയ്ക്കാറില്ല. ഒരുപാട് വെള്ളം ആവശ്യമുള്ള ചെടികളല്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ വീക്കെൻഡൊക്കെ ആകുമ്പം ഏകദേശം ആ ഒരു ദിവസമാണ് ഞാൻ അധികം നനച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് അതേപോലെ ബാൽക്കണിയിലുള്ള ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുകയാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ നല്ല ഒരു കുഞ്ഞു മുല്ല പോലത്തെ ഒരു പൂവുണ്ടാവും കേട്ടോ. അതിന് അത്യാവശ്യം നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അപ്പം ഇത് നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഇതേപോലെ ബാൽക്കണിയിലും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല രസമുള്ള നല്ലൊരു പ്ലാന്റാണ്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു ഹീറ്ററാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല വേർത്താണ്. ഇതിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റൂമിൽ അത്യാവശ്യം നല്ല ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി കിച്ചണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ആദ്യം കുറച്ച് ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. അതേപോലെ തേങ്ങയൊക്കെ ഒന്ന് ചിരവി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീക്കെൻഡിൽ കുറച്ച് അത്യാവശ്യം സമയം ലാഭിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ. ഇത് വീട്ടിലുണ്ടായതല്ല കേട്ടോ, നെസ്റ്റോന്ന് മേടിച്ചതാണ്. അപ്പം നമ്മൾ ആവശ്യത്തിനൊക്കെ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണല്ലോ. അപ്പം ഞാൻ ഇതേപോലത്തെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കറിവേപ്പിലൊക്കെ നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് തണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. ഞാൻ ഒരുപാടൊന്നും വെക്കാറില്ല, കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതേപോലെ ഈ കുഞ്ഞുള്ളിയൊക്കെ ജസ്റ്റ് തൊലി കളഞ്ഞിട്ട് അതും ഇതേപോലെ മാറ്റി വെക്കാം. പിന്നെ ഇനി ഇഞ്ചി വെളുത്തുള്ളി അതിനെ ഇതേപോലെ ഞാനൊന്നും ചതച്ച് വെക്കാറില്ല കേട്ടോ. കാരണം ഓരോന്നും ഓരോ ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അതുപോലെ ഇത് വാഷ് ചെയ്തിട്ട് വെക്കാറില്ല കേട്ടോ. വാഷ് ചെയ്തിട്ട് വെക്കണം, നന്നായിട്ട് തുടച്ചിട്ട് വെക്കണം. അല്ലെങ്കിൽ ആ ഈർപ്പം നിന്നിട്ട് അതൊന്നും കേടായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൽ ഇങ്ങനെയുള്ളൊരു ചെറിയതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ അന്നത്തെ പണികളൊക്കെ. അടുത്തത് ഇതേപോലത്തെ കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ച് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ജീരകം, പിന്നെ അത് കഴിഞ്ഞിട്ട് പെപ്പർ, പിന്നെ ഞാൻ ബിരിയാണി മസാലയ്ക്ക് വേണ്ടതായിരുന്നു കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ പൊടിച്ചിട്ട് ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് ഇതേപോലെ എടുക്കാനും എളുപ്പമായിരിക്കും. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇങ്ങനത്തെ മിക്സുകളൊന്നും ഉപയോഗിക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചെയ്ത് വെച്ചു കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാവരും മാങ്ങ നെല്ലിക്കൊക്കെയാണല്ലോ ഉപ്പിലിടാറുള്ളത്. ഇവിടെ ഞാൻ ചെറിയുള്ളി ഉപ്പിലിടാറുണ്ട് കേട്ടോ. ചെറിയുള്ളിയും കാന്താരിയും ഉപ്പിലിടാറുണ്ട്. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കും, പിന്നെ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം കുറച്ച് വിനെഗറും കൂടെ ഒഴിച്ചിട്ട് ഒരു 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒരു പർപ്പിൾ കളറാവും കേട്ടോ. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പിലിട്ട സംഭവമാണ് കേട്ടോ ഇത്. ഇനി തേങ്ങയും കൂടെ ചിരവിയിട്ട് ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ, അടപ്പുള്ള പാത്രത്തിൽ വെച്ചിട്ട് അടച്ചു വെക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീക്കെൻഡിലേക്ക് വേണ്ട ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.